നോർത്ത് പറവൂർ ചേന്നമംഗലം തെക്കുംപുറത്ത് നടന്ന കത്തിക്കുത്ത് കേസിലെ പ്രതി മുടിവെട്ട് തൊഴിലാളി രാജേഷ് ലോട്ടറി കച്ചവടക്കാരനായ സുമേഷിനെ താൻ ആക്രമിച്ചു എന്ന് സമ്മതിക്കുന്ന ഫോൺ സംഭാഷണം പുറത്ത്. ചേന്നമംഗലം കരിമ്പാടത്ത് ലോട്ടറി ഏജന്റായിട്ടുള്ള വിനീതയുമായുള്ള സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹലോ ഹലോ ചേർന്നെവിടെയാണ്? തല്ല് കിട്ടിയാ? അയാള് തല്ലിയ ചേർന്ന? ഇതാരാണ്? സുമേഷ് അല്ലല്ലോ ഇത്? ഹലോ, സുമേഷ് അല്ലല്ലോ ഇത്? ചേർന്ന കാശ് കൊടുക്കാണ്ട പുള്ളിനെ തല്ലിയാ? നല്ല ഏർപ്പാടാണല്ലോ. മനസ്സിലാക്കണ്ട പാവം ടിക്കറ്റ് വിൽക്കണത് മറ്റേ പറയണില്ല ഞാൻ. വെറുതെ കിട്ടണാണ് ഈ ടിക്കറ്റ്. ടിക്കറ്റും എടുത്തോണ്ട് കാശ് കൊടുക്കാണ്ട് തല്ലാണ് വേണ്ടത്. ഞാൻ ആള് കൊള്ളാലോ. ഈ പ്രതിയായ രാജേഷായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു. അത് എങ്ങനെയായിരുന്നു അത് സംഭവം? സുമേഷിന്റെ ഭാര്യ എന്നാ വിളിച്ചു പറഞ്ഞു, ചേച്ചി ഇങ്ങനെ എന്തോന്നാണ് ടിക്കറ്റ് എടുക്കാൻ കാശില്ലാണ്ട് സുമേഷ് അവിടെ നിൽക്കണുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ എടി എന്നാ സുമേഷിനോട് വരാൻ പറയുന്നു പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും വിളിച്ചു പറഞ്ഞേക്കണ്, ചേച്ചി സുമേഷിനെ അയാൾ മുടിവെട്ടാരൻ കുത്തി സുമേഷ് ചോരയെ കുളിച്ച് കിടക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പൊ സുമേഷിന്റെ നമ്പറിലേക്ക് അപ്പൊ തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാ രാജേഷാണ് എടുത്തത്. എനിക്ക് ആദ്യം തന്നെ എന്തോ സുമേഷിന്റെ ശബ്ദം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ സുമേഷിനെ വിളിച്ചപ്പോ സുമേഷിന്റെ ശബ്ദമല്ല. അപ്പൊ ഞാൻ ധാരാളം വിളിച്ചപ്പോ ഞാൻ രാജേഷാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചപ്പോ രാജേഷാണ്. ഞാൻ അവനോട് പറഞ്ഞിരുന്നതാണെന്ന് അവൻ കേട്ടില്ല. അങ്ങനെയും പറഞ്ഞുകൊണ്ട് പുള്ളി ഞങ്ങൾ തമ്മിൽ ചെറുതായിട്ട് ഒരു ചെറിയ സംസാരം ഉണ്ട്. അതങ്ങനെ കട്ട് ചെയ്ത്